എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 18ാമത്തെ സർഗത്തില് 33 മുതലുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 32ാമത്തെ ശ്ലോകത്തിലെ ഒരു വരിയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. അതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ 33 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇതുപോലെ തന്നെ 41ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി വരെയുള്ള ഭാഗങ്ങളാണ് പഠിക്കാൻ പോണത്. നമുക്ക് ആദ്യം 32ാമത്തെ ശ്ലോകത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. 33 ചൊല്ലി നോക്കാം. പ്രാണൈ പ്രിയതരോ നിത്യം തസ്യ ചാസീത് തഥാ പ്രിയ. അത് കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നതാണ്. ഇനി അടുത്ത വരിയാണ് അടുത്ത ശ്ലോകത്തിലേക്ക് വരുന്നത്. സ ചതുർഭിർമഹാഭാഗൈ പുത്രൈർ ദശരഥ പ്രിയൈ ബഭൂവ പരമപ്രീതോ ദേവൈരിവ പിതാമഹ. ഇവിടെ പറയണത് ദശരഥന്റെ ഒരു സന്തോഷത്തിനെ പറ്റിയിട്ടാണ്. 4 പേരുടെയും ഗുണഗണങ്ങള് പറഞ്ഞുല്ലോ. അതിൽ വെച്ച് ശ്രീരാമനും ലക്ഷ്മണനും അതുപോലെ തന്നെ ഭരതനും ശത്രുഘ്നനും തമ്മിൽ വളരെ വലിയ ഒരു അടുപ്പം വേറെയും ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി പറഞ്ഞു നിർത്തിയിട്ട് പറയാണ്. സ ചതുർഭിർ മഹാഭാഗൈഹി പുത്രൈഹി ദശരഥ പ്രിയൈഹി. സ ദശരഥ, ആ ദശരഥ മഹാരാജാവാകട്ടെ, പ്രിയൈഹി മഹാഭാഗൈഹി ചതുർഭി പുത്രൈഹി, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ നല്ല മിടുക്കന്മാരായിട്ടുള്ള 4 മക്കളെ കൊണ്ടും, ആ 4 മക്കളും കൂടെ ഉള്ളത് കാരണം രാജാവ് വളരെയധികം സന്തുഷ്ടനായിരുന്നു. ആദ്യം വളരെ ദുഃഖിതനായിരുന്നു. മക്കളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദുഃഖമൊക്കെ തീർന്നിട്ട് അതിമിടുക്കന്മാരായിട്ടുള്ള 4 പുത്രന്മാരെ കിട്ടിയതിൽ രാജാവ് വളരെയധികം സന്തോഷിച്ചു. അതാണ് ബഭൂവ പരമപ്രീതോ ദേവൈരിവ പിതാമഹ. വളരെയധികം സന്തുഷ്ടനായി. അദ്ദേഹം ആരെ പോലെയായിരുന്നു? ദേവഗണങ്ങൾ ചുറ്റും നിൽക്കുന്നവനായ പിതാമഹൻ ബ്രഹ്മാവ്. ബ്രഹ്മാവിന് എപ്പോഴും ഏറ്റവും വലിയ സന്തോഷം ദേവന്മാരുടെ കൂടെ നിൽക്കുമ്പോഴാണ്. ദേവന്മാർ ചുറ്റും നിൽക്കുന്നവനായ ബ്രഹ്മാവ് എത്ര കണ്ട് സന്തോഷിക്കുന്നുവോ അതുപോലെ തന്നെ 4 പുത്രന്മാരെ കൊണ്ടും ദശരഥ മഹാരാജാവ് ഏറ്റവും അധികം സന്തോഷിച്ചു. ഇനി ആ കുട്ടികളെ പറ്റിയിട്ട് പറയാണ്. തേ യഥാ ജ്ഞാനസമ്പന്നാ സർവേ സമുദിതാ ഗുണൈഃ ഹ്രീമന്ത കീർത്തിമന്തശ്ച സർവജ്ഞാ ദീർഘദർശിന. തേ എന്ന് പറഞ്ഞാൽ ആ പുത്രന്മാര് അവരെപ്രകാരമൊക്കെ ജ്ഞാനസമ്പന്നാഹ, തേ സർവേ ജ്ഞാനസമ്പന്നാഹ സമുദിതാഹ ഗുണൈഹി സമുദിതാഹ ആസൻ. അവരെല്ലാവരും 4 പേരും നല്ല അറിവുള്ളവരായിരുന്നു. ജ്ഞാനസമ്പന്നാഹ, വെറുതെ അറിവ് എന്നല്ല, അതിനെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരാനും അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അവര് ജ്ഞാനസമ്പന്നന്മാരായിരുന്നു, ഗുണങ്ങളോട് കൂടിയവരായിരുന്നു. ഗുണൈഹി സമുദിതാഹ. മാത്രമല്ല അവര് ഹ്രീമന്തഃ കീർത്തിമന്തഃ സർവജ്ഞ ദീർഘദർശിന. ഇതൊക്കെ കുട്ടികളുടെ വിശേഷണമാണ്. ഹ്രീമന്ത എന്ന് പറഞ്ഞാല് അവര് ലജ്ജയുള്ളവര് എന്നുള്ളത് കൊണ്ട് എപ്പോഴും ലജ്ജിക്കുന്നവരെന്നൊന്നുമല്ല അർത്ഥം. തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്താൽ, അരുതാത്തത് ചെയ്താൽ അതിൽ ലജ്ജിക്കുന്നവരും അതോടൊപ്പം അതിനെ തിരുത്തുന്നവരുമായിരുന്നു. അതുകൊണ്ടാണ് അവര് ഹ്രീമന്ത എന്ന അവർക്കുള്ളൊരു വിശേഷണ പദം പ്രയോഗിച്ചത്. അതുപോലെ കീർത്തിമന്ത, അങ്ങനെയുള്ളവര് ഉറപ്പായിട്ടും കീർത്തിയെ പ്രാപിക്കും. തെറ്റ് ചെയ്തത് തിരുത്തുകയും വേണ്ടതുപോലെ ജീവിക്കുകയും ജീവിച്ച മാതൃക കാണിക്കുകയും ചെയ്യുന്നവര് ഉറപ്പായിട്ടും സത്കീർത്തിയെ, വെറും കീർത്തിയല്ല സത്കീർത്തിയെ പ്രാപിക്കും. കീർത്തി എന്നുള്ളത് വെറുതെ പറഞ്ഞാലും സത്കീർത്തി എന്ന് തന്നെയാണ് അർത്ഥം. അവിടെ സത് എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് തന്നെയാണ് അർത്ഥം കിട്ടുക. ദുഷ്കീർത്തി എന്നുള്ളത് എടുത്തു പറയുക തന്നെ വേണം, അപ്പോഴേ ആ ഒരു അർത്ഥം കിട്ടുള്ളൂ. അപ്പോ ഈ രാജകുമാരന്മാര് 4 പേരും അവരവരുടെ തെറ്റുകൾ തിരുത്തുകയും കീർത്തിമാന്മാരാവുകയും ചെയ്തു. മാത്രമല്ല അവര് സർവജ്ഞന്മാരും ദീർഘദർശികളുമായിരുന്നു. ദീർഘദർശികൾ എന്നുള്ളത് കൊണ്ട് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നവര്. ഇങ്ങനെ ചെയ്താൽ ഭാവിയിൽ അതിന് ഇന്ന ഗുണം വരും അല്ലെങ്കിൽ ഇന്ന ദോഷം വരും എന്നൊക്കെ ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായിരുന്നു, ദീർഘദർശികളായിരുന്നു. എന്നിട്ട് വീണ്ടും രാജാവിന്റെ സന്തോഷത്തിനെ പറ്റിയിട്ട് ഒന്നുകൂടി പറയാണ്. ഇതൊക്കെ ആവർത്തിച്ചു വരുന്ന ശ്ലോകങ്ങളാണ്. 35ാമത്തെ ഒരു ഭാഗവും 36ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരിയും. തേഷാമേവം പ്രഭാവാണാം സർവേഷാം ദീപ്ത തേജസാം പിതാ ദശരഥോ ഹൃഷ്ടോ ബ്രഹ്മാ ലോകാധിപോ യഥാ.
അത് തൊട്ടു മുമ്പുള്ള 34ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഇതന്നെയാണ്. ദേവന്മാരോട് കൂടിയിരിക്കുന്ന പിതാമഹനെ പോലെ, ബ്രഹ്മാവിനെ പോലെ എന്ന് പറഞ്ഞല്ലോ, അതന്നെയാണ് ഇവിടെയും പറയണത്. തേഷാം, ആ ബാലകന്മാര്, അവര് ഇപ്രകാരമൊക്കെ പ്രഭാവങ്ങള്, കഴിവുകള്, പ്രാപ്തി, പ്രതാപമൊക്കെ ഉള്ളവരും, അതുപോലെ നല്ല തേജസ്സുള്ളവര്, ചൈതന്യമുള്ളവര്, ദീപ്ത തേജസാം സർവേഷാം, ഈ പറഞ്ഞ ബാലകന്മാര് 4 പേരും ഒരുപോലെയായിരുന്നു. അങ്ങനെയുള്ള ആ കുട്ടികളോട് കൂടിയിരിക്കുന്നവനായിട്ടുള്ള ദശരഥൻ, പിതാ ദശരഥ, ഹൃഷ്ടോ, വളരെയധികം സന്തുഷ്ടനായി. ആരെ പോലെ? ലോകാധിപോ ബ്രഹ്മ ഇവ ഹൃഷ്ടോ അഭവത്. ലോകാധിപനായിട്ടുള്ള ബ്രഹ്മാവ് എങ്ങനെയാണോ സന്തോഷിക്കുന്നത്, അതുപോലെ ദശരഥൻ സന്തുഷ്ടനായി എന്ന് പറഞ്ഞു. ഇനി ഈ കുട്ടികള് എന്തൊക്കെ പഠിച്ചു എന്നുള്ളതാണ് ഇവിടെ അടുത്തതായിട്ട് പറയണത്. തേജാപി മനുജവ്യാഘ്ര വൈദികാധ്യയനേ രതാഃ പിതൃശുശ്രൂഷണരതാ ധനുർവേദേ ച നിഷ്ഠിതാ. ഇവർക്ക് പല പല വിഷയങ്ങളിൽ ഒരേപോലെ ഇഷ്ടമുണ്ടായിരുന്നു. തേജാപി മനുജവ്യാഘ്രാഹ, മനുജവ്യാഘ്രങ്ങൾ, അവരെല്ലാവരും പുലി പോലെ, വ്യാഘ്രങ്ങളെ പോലെ ശൗര്യവും വീര്യവും പരാക്രമവും ഒക്കെ ഉള്ളവരായിരുന്നു. അതുകൊണ്ടാണ് അവരെ മനുജവ്യാഘ്രങ്ങൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വളരെ മിടുക്കന്മാരായിട്ടുള്ള, നല്ല കഴിവും പ്രതാപവും ഉള്ളവരായിട്ടുള്ള ബാലകന്മാര് വേദാധ്യയനം പരിപൂർണമായിട്ട് നടത്തി. വൈദികാധ്യയനേ രതാഹ ആസൻ, വേദം പഠിക്കാൻ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു, അത് പഠിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പിതൃശുശ്രൂഷണരതാഹ, അച്ഛനെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കാൻ, അതായത് അച്ഛൻ പറയണതൊക്കെ കേൾക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. രാജകുമാരന്മാരാണല്ലോ, രാജ്യകാര്യങ്ങളിലൊക്കെ കുറച്ച് ഇടപെടേണ്ടതായിട്ട് വരും, വലുതായി തുടങ്ങി. അപ്പോ ആ വക കാര്യങ്ങളും അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. അതുപോലെ ധനുർവേദേ ച നിഷ്ഠിതാഹ, നന്നായിട്ട് ധനുർവേദവും അവര് അഭ്യസിച്ചു. അപ്പോ കേവലം വേദജ്ഞാനം മാത്രമല്ല, ശാസ്ത്രജ്ഞാനവും ശാസ്ത്രജ്ഞാനവും അവർക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോ വലുതായി തുടങ്ങുമ്പോൾ പിന്നത്തെ ചിന്തകൾ എന്താണ്? പഠിപ്പൊക്കെ കഴിഞ്ഞു എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റണത്. പിന്നെ വിവാഹകാരിയാണ്. അന്നത്തെ കാലത്തൊക്കെ ശൈശവ വിവാഹം, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കണ ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവ് അതിനെപ്പറ്റി ആലോചിച്ചു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അത് 37ാമത്തെ ശ്ലോകത്തിന്റെ ഭാഗമാണ്. അഥ രാജാ ദശരഥസ്തേഷാം ദാരക്രിയാം പ്രതി ചിന്തയാമാസ ധർമാത്മാ സോപാധ്യായ സബാന്ധവ. അഥ, അനന്തരം, ഈ കുട്ടികൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവര് നല്ല അറിവുള്ളവരായി, പ്രാപ്തിയുള്ളവരായി. അപ്പൊ അവർക്ക് പതുക്കെ വിവാഹത്തിനെ പറ്റിയിട്ട് അവരുടെ വേദങ്ങൾ പഠിക്കലൊക്കെ കഴിഞ്ഞുല്ലോ. ഇനി അതിന്റെ ഒരു അടുത്ത തലം എന്ന് പറയണത് ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷമൊക്കെയാണ് രാജ്യാധികാരമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ അതിനായിട്ട് ദാരക്രിയ, ധാരാഹ എന്ന് നിത്യബഹുവചനാന്ത പുല്ലിംഗ ശബ്ദമാണ്. ഭാര്യ എന്നാണ് അർത്ഥം. അങ്ങനെ കളത്രം എന്ന് നപുംസകലിംഗത്തിലും ഭാര്യയ്ക്ക് പറയും. ഭാര്യ എന്നുള്ള വാക്കിന് സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും നപുംസകലിംഗത്തിലും പദങ്ങളുണ്ട്, പര്യായ പദങ്ങളുണ്ട്. അങ്ങനെ ഒരു പദം വളരെ അപൂർവങ്ങളാണ് അങ്ങനെ എല്ലാ ലിംഗങ്ങളിലും പര്യായ പദങ്ങളുള്ള വാക്കുകൾ. അതിലൊന്നാണ് പത്നി അല്ലെങ്കിൽ ഭാര്യ എന്നുള്ളത്. അങ്ങനെ ദശരഥൻ ഈ രാജകുമാരന്മാർക്ക് പത്നിമാരെ കണ്ടുപിടിക്കണല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തേഷാം ദാരക്രിയാം പ്രതി ചിന്തയാമാസ. എങ്ങനെയാ? രാജാവ് ഒറ്റയ്ക്കാണോ ചിന്തിച്ചത്? അല്ല, രാജാവിന്റെ കൂടെ സോപാധ്യായ സബാന്ധവ, ധർമാത്മാവായിട്ടുള്ള ആ ദശരഥൻ ഗുരുക്കന്മാരോടും, പ്രത്യേകിച്ച് വസിഷ്ഠൻ, വാമദേവൻ തുടങ്ങിയിട്ടുള്ള ഗുരുക്കന്മാരോടും അതുപോലെ തന്നെ ബന്ധുക്കളോടും കൂടി ഇരുന്നു കൊണ്ട്, ഭാര്യമാരോടും മറ്റ് ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവരോട് എല്ലാവരോടും കൂടി ചേർന്നിരുന്നു കൊണ്ട് ഈ ബാലകന്മാർക്ക് വധുക്കളെ കണ്ടെത്താനുള്ള പുറപ്പാടാണ് പിന്നീട് നടത്തിയത്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 38, 39 ശ്ലോകങ്ങളിലെ ഭാഗങ്ങൾ വായിക്കാം. തസ്യ ചിന്തയമാനസ്യ മന്ത്രി മധ്യേ മഹാത്മന അഭ്യാഗച്ഛൻ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി. തസ്യ ചിന്തയമാനസ്യ, ദശരഥനും ബന്ധുക്കളും ഗുരുക്കന്മാരും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സതിസപ്തമിയുടെ അർത്ഥാണ് വരണത് ഷഷ്ഠിക്ക്. എവിടെ ഇരുന്നാണ്? മന്ത്രിമധ്യേ, മന്ത്രിമാരോടൊക്കെ കൂടിയിരുന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്നാണ് അവിടെ ആര് വന്നത്? അഭ്യാഗച്ഛത് മഹാതേജ വിശ്വാമിത്രോ മഹാമുനി. മഹാതേജസ്വിയും
മഹാമുനിയുമായിട്ടുള്ള വിശ്വാമിത്രൻ അയോധ്യയിലേക്ക് ആ സമയത്ത് വന്നു ചേർന്നു. അഭ്യാഗച്ഛത്. എന്നിട്ട് എന്താ ഉണ്ടായത് എന്ന് പറയാണ്. സരാജ്ഞോ ദർശനാകാംക്ഷി ദ്വാരാധ്യക്ഷാനുവാച ശീഘ്രമാഖ്യാതമാം പ്രാപ്തം കൗശികം ഗാധിനസ്തുതം. തച്ഛ്രുത്വാ വചനം തസ്യ രാജ്ഞോ വേശ്മപ്രദുദ്രുവു സംഭ്രാന്തമനസഃ സർവേ തേന വാക്യേന ചോദിതാഃ. തേ ഗത്വാ രാജഭവനം വിശ്വാമിത്രമൃഷിം തദാ. 41-ാമത്തെ ശ്ലോകത്തില് ഈ രണ്ടാമത്തെ വരി അടുത്ത ശ്ലോകത്തിലേക്കാണ് നിൽക്കുന്നതെങ്കിലും ചൊല്ലി നിർത്തുകയാണ്. ഈ 2 ശ്ലോകങ്ങളിലുമായിട്ട് പറയാണ്. സ രാജ്ഞോ ദർശനാകാംക്ഷി ദ്വാരാധ്യക്ഷ അനുവാച. വിശ്വാമിത്രൻ വന്നു എന്ന് പറഞ്ഞുല്ലോ. വിശ്വാമിത്രൻ രാജ്ഞ ദർശനാകാംക്ഷി, രാജാവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവനായിട്ട്, അതിന് ആകാംക്ഷയോട് കൂടിയവനായിട്ട് ദ്വാരാധ്യക്ഷാൻ ഉവാച. ദ്വാരാധ്യക്ഷന്മാരെന്ന് വെച്ചാൽ ദ്വാരപാലകന്മാര്. ആ കൊട്ടാരത്തിലേക്കുള്ള വാതിലിന്റെ അവിടെ, മുഖ്യ കവാടത്തിന്റെ അവിടെ നോക്കാൻ ഏൽപ്പിച്ചു നിൽക്കുന്നവരായ രക്ഷിപുരുഷന്മാരോട് വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയണത്. ശീഘ്രമാഖ്യാതമാം പ്രാപ്തം കൗശികം ഗാധിനസുതം. അവിടെ പോയിട്ട് രാജാവിനോട് പോയിട്ട് വേഗം തന്നെ പറയൂ. ശീഘ്രം ആഖ്യാത. എന്താണ് രാജാവിനെ ഉണർത്തിക്കേണ്ടത്? മാം കൗശികം ഗാധിനസുതം പ്രാപ്തം ആഖ്യാത. കൗശികന്റെ, അതായത് കുശിക വംശത്തിൽ പിറന്നവനും ഗാധിയുടെ പുത്രനുമായിട്ടുള്ള ഞാൻ, അതായത് വിശ്വാമിത്രൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ദശരഥ മഹാരാജാവിനെ വേഗം തന്നെ ചെന്ന് അറിയിക്കൂ എന്ന് രക്ഷിപുരുഷന്മാരോട് പറയുകയാണ് വിശ്വാമിത്രൻ ചെയ്തത്. എന്നിട്ട് തച്ഛ്രുത്വാ വചനം തസ്യ രാജ്ഞോ വേശ്മപ്രദുദ്രുവോ. ആ വാക്കുകൾ കേട്ടിട്ട്, വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ടിട്ട്, തത് വചനം ശ്രുത്വാ തസ്യ തത് വചനം ശ്രുത്വാ, കൗശികന്റെ ആ വാക്കുകൾ കേട്ടിട്ട് രാജ്ഞ വേശ്മ പ്രദുദ്രുവു, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്, അരമനയിലേക്ക് ഈ രക്ഷിപുരുഷന്മാര് അല്ലെങ്കിൽ ഭടന്മാര് ഓടിച്ചെന്നു. എന്നിട്ടോ സംഭ്രാന്ത മനസ സർവേ തേന വാക്യേന ചോദിത. ആരാണ് ഓടിപ്പോയത്? സർവേ സംഭ്രാന്ത മനസ, പേടിച്ച്. അതായത് ഒരു മുനിയൊക്കെ കൊട്ടാരത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ കുറച്ചൊരു പേടി ഉണ്ടാവും. അവരെന്തിനാണോ വരണത്? ഏതെങ്കിലും കാര്യത്തിൽ ദേഷ്യപ്പെട്ടിട്ടോ ശപിക്കാനോ അങ്ങനെയൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ടല്ലോ. അതിന് എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരിക്കുമോ വന്നത് എന്നുള്ള ആ ഒരു പേടിയോട് കൂടിയിട്ട് രാജാവിനെ കാണാൻ വേണ്ടിയിട്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉണർത്തിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, വിശ്വാമിത്രൻ പറഞ്ഞത് താൻ ആരാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന ആൾക്കാർക്കൊക്കെ, പ്രത്യേകിച്ച് രക്ഷിപുരുഷന്മാർക്കും ഭടന്മാർക്കും ഒക്കെ പേടിയായി. അവരിൽ കുറച്ചു പേര് ഓടിച്ചെന്ന് രാജാവിനെ മുഖം കാണിച്ച് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വേഗം പുറപ്പെട്ടു. അതാണ് തേന വാക്യേന ചോദിത. വിശ്വാമിത്രന്റെ വാക്കുകൾ കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ അത് വേഗം തന്നെ അറിയിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഈ പുരുഷന്മാര് ഓടി കൊട്ടാരത്തിലേക്ക് ചെന്നു എന്നർത്ഥം. ഇനി ഇതിലെ തന്നെ മറ്റ് വരി, 2-ാമത്തെ വരിയുടെ അർത്ഥം അടുത്ത ദിവസം പറയാം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്രാണൈഃ പ്രിയതരോ നിത്യം തസ്യ ചാസീത് തഥാ പ്രിയ സ ചതുർഭിർമഹാഭാഗൈ പുത്രൈർദശരഥ പ്രിയൈ ബഭൂവ പരമപ്രീതോ ദേവൈരിവ പിതാമഹ തേ യദാ ജ്ഞാനസമ്പന്നാഃ സർവേ സമുദിതാ ഗുണൈഃ ഹ്രീമന്തഃ കീർത്തിമന്തശ്ച സർവജ്ഞാ ദീർഘദർശിനഃ തേഷാമേവം പ്രഭാവാണാം സർവേഷാം ദീപ്തതേജസാം പിതാ ദശരഥോ ഹൃഷ്ടോ ബ്രഹ്മാലോകാധിപോ യഥാ തേ ചാപി മനുജവ്യാഘ്രാ വൈദികാധ്യയനേ രതാഃ പിതൃശുശ്രൂഷണരതാ ധനുർവേദേ ച നിഷ്ഠിതാഃ അധ രാജാ ദശരഥസ്തേഷാം ദാരക്രിയാം പ്രതി ചിന്തയാമാസ ധർമാത്മാ സോപാധ്യായഃ സ ബാന്ധവഃ തസ്യ ചിന്തയമാനസ്യ മന്ത്രിമധ്യേ മഹാത്മനഃ അഭ്യാഗച്ഛൻ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി സ രാജ്ഞോ ദർശനാകാംക്ഷി ദ്വാരാധ്യക്ഷാനുവാചഃ ശീഘ്രമാഖ്യാതമാം പ്രാപ്തം കൗശികം ഗാധിനസുതം തച്ഛ്രുത്വാ വചനം തസ്യ രാജ്ഞോ വേശ്മപ്രദുദ്രുവോ സംഭ്രാന്തമനസഃ സർവേ തേന വാക്യേന ചോദിതാ തേ ഗത്വാ രാജഭവനം വിശ്വാമിത്രമൃഷിം തദാ. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങള് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്
ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.